എല്ലാ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെസിപ്പിയുമായിട്ടാണ്. LCHF ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. LCHF ഡയറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഈസി റെസിപ്പിയാണ് സ്ട്രോബെറി ബദാം ഷേക്ക്. എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഞാനിവിടെ 20ഓളം ബദാം കുതിർത്തത് എടുത്തിട്ടുണ്ട്. 10 സ്ട്രോബെറിയും 1/4 കപ്പ് മിൽക്കും എടുത്തിട്ടുണ്ട്. മിൽക്ക് ഓപ്ഷണലാണ്, എടുക്കണമെന്ന് നിർബന്ധമില്ല. ആദ്യം ഈ കുതിർത്ത ബദാം ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊരു ചോപ്പറിലോട്ട് ഇട്ട് പൊടിച്ചെടുക്കുകയാണ്. ബദാം ഇവിടെ നന്നായി പൊടിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഞാൻ പാലെടുത്തത് കൊണ്ട് ആദ്യം പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കേണ്ടത്. അതുതന്നെ ഒരു ദിവസം 1/4 ഗ്ലാസ്സിൽ കൂടുതൽ എടുക്കരുത്. ഞാനിവിടെ 2 ആൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ടാണ് 1/2 കപ്പ് പാലെടുത്തത്. ബദാം നന്നായിട്ട് അരഞ്ഞു വരുന്നുണ്ട്. ഇനി സ്ട്രോബെറി കൂടി ചേർത്ത് അരച്ചു കൊടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് കട്ടി കുറക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. മധുരമില്ലെങ്കിലും ഈ ജ്യൂസ് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. കൂടുതൽ സ്ട്രോബെറി ചേർത്ത് നല്ല കളർഫുള്ളാക്കി അടിച്ചെടുക്കേണ്ട കാര്യമില്ല. കുറഞ്ഞ സ്ട്രോബെറിയിൽ തന്നെ ജ്യൂസ് തയ്യാറാക്കിയാൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഇനി ഞാൻ അടുത്ത ഗ്ലാസ്സിലേക്ക് ജ്യൂസ് മാറ്റുകയാണ്. ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ട് 2 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്ട്രോബെറി സ്ലൈസ് വെച്ച് നമുക്ക് ജ്യൂസ് അലങ്കരിക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെയും റെസിപ്പീസ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.